എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു അടിപൊളി പാൽ പേടയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ ബേക്കറികളിലും മറ്റും കിട്ടുന്ന രീതിയിലുള്ള അതിലും നല്ല രുചികരമായ രീതിയിൽ നല്ല അടിപൊളി പാൽപ്പേട എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. പേട ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിക്കുന്നതിനൊപ്പം തന്നെ മറ്റൊരു സാധനം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. 2 ഏലക്കയാണ്. 2 ഏലക്ക കൂടി പഞ്ചസാരയുടെ കൂടെ ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഏലക്ക നമുക്ക് നിർബന്ധമില്ല. ഏലക്ക വേണ്ടെന്നുള്ളവർക്ക് ഏലക്ക ഒഴിവാക്കി വിടാവുന്നതാണ്. ഇപ്പം നമ്മൾ ഏലക്കായും പഞ്ചസാരയും നല്ലതുപോലെ നല്ല ഭസ്മം പോലെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. പാൽപ്പേട ഉണ്ടാക്കുന്നതിനായിട്ടുള്ള പാത്രം നമ്മൾ കഴുകി വൃത്തിയാക്കി മേശപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്നതിനായിട്ട് ഒരു 1/2 കപ്പ് പാല് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ പാല് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പൊടിച്ചു വച്ചിരിക്കുന്ന ഏലക്കായും പഞ്ചസാരയുമാണ്. പൊടിച്ചു വച്ചിരിക്കുന്ന ഏലക്കയും പഞ്ചസാരയും നമുക്ക് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പാലിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ പഞ്ചസാര പാലിൽ നല്ലതുപോലെ അലിഞ്ഞു ചേരത്തക്ക വിധത്തിൽ നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പഞ്ചസാര അലിഞ്ഞതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നെയ്യാണ്. അതിനായിട്ട് നമ്മൾ 1 സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഈ നെയ്യ് നമുക്ക് പാലിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നെയ്യ് നമ്മൾ ഉരുക്കിയിട്ടൊന്നുമില്ല. ഉരുക്കാത്ത നെയ്യ് ആയതുകൊണ്ട് പാലിൽ അത് പൊങ്ങിക്കിടക്കും. അത് പിന്നീട് അത് പാലിൽ ലയിച്ച് ചേർന്നോളും. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബദാമാണ്. അതിനായിട്ട് നമ്മളൊരു 4 കഷ്ണം ബദാം പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 4 കശുവണ്ടിപ്പരിപ്പാണ്. കശുവണ്ടിപ്പരിപ്പും നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ നമുക്ക് ബദാമും കശുവണ്ടിപ്പരിപ്പും ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ബദാമും കശുവണ്ടിപ്പരിപ്പും നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ബദാമും കശുവണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്താൽ നമ്മുടെ പാൽപ്പേടയ്ക്ക് നല്ല രുചിയായിരിക്കും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിലേക്ക് കശുവണ്ടിപ്പരിപ്പും ബദാമും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനിയാണ് നമ്മൾ നമ്മുടെ പാൽപ്പേടയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന അടുത്ത ഐറ്റം. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് പാൽപ്പൊടിയാണ്. നമ്മൾ 1 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതായത് 1/2 കപ്പ് പാലിന് 1 കപ്പ് പാൽപ്പൊടി എന്ന കണക്കിനാണ് നമ്മളിത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ പാൽപ്പൊടി ഈ പാലിലേക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തരിയൊന്നും കിടക്കാത്തതുപോലെ, കട്ടിപിടിച്ച് കിടക്കാത്തതുപോലെ നല്ലപോലെ തന്നെ നമ്മൾ ഈ പാൽപ്പൊടി പാലിലേക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനിയാണ് നമ്മൾ സ്റ്റൗ കത്തിക്കാൻ പോകുന്നത്. സ്റ്റൗ കത്തിച്ചതിന് ശേഷം നമ്മൾ പേട ഉണ്ടാക്കാൻ വേണ്ടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ചെറു തീയിൽ വേണം നമുക്കിത് ചൂടാക്കി എടുക്കാനായിട്ട്. 1 സെക്കൻഡ് പോലും നമ്മൾ റെസ്റ്റ് കൊടുക്കാതെ നമ്മൾ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളങ്ങനെ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന പാല് അടിക്ക് പിടിച്ച് കട്ടി പിടിച്ച് അല്ലെങ്കിൽ കരിഞ്ഞു പോകാനായിട്ട് നല്ല സാധ്യതയാണുള്ളത്. അതുകൊണ്ട് ചെറു തീയും വേണം, തീ കൂടി പോകാനും പാടില്ല. കൈ എടുക്കാതെ നമ്മൾ ഇളക്കിയെടുക്കുകയും വേണം. അങ്ങനെ നമ്മൾ നമ്മുടെ പാൽപ്പേടയ്ക്കുള്ള കൂട്ടെല്ലാം കൂടി ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്ത് കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് തണുക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു 10-15 മിനിറ്റ് അത് ആ പാത്രത്തിൽ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം ഇതിൻ്റെ ചൂടൊക്കെ നാറിയതിന് ശേഷം നമുക്കിത് പേടയാക്കി ഉരുട്ടിയെടുക്കണം. നമുക്ക് ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ആറി നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് കുഴച്ച് റെഡിയാക്കി അത് പേടയാക്കി ഉരുട്ടാൻ തുടങ്ങാം. ഈ പാലൊന്ന് കട്ടിയാക്കി എടുക്കുന്ന താമസമേ ഉള്ളൂ. നമുക്ക് വളരെ രുചികരമായിട്ടുള്ള പാൽപ്പേട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം. എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നമ്മുടെ പാൽപ്പേട വളരെ ഇഷ്ടമാകും. തയ്യാറാക്കി എടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ രുചികരവുമാണ്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന പാലിൽ നിന്നും പാൽപ്പൊടിയിൽ നിന്നും ഏകദേശം ഒരു നോർമൽ സൈസിലുള്ള ഒരു 10 പാൽപ്പേട നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൽപ്പേട ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്യാം. ഡെക്കറേഷൻ ചെയ്യാനായിട്ട് നമ്മൾ വലിയ ഐറ്റംസ് ഒന്നുമല്ല, നമ്മൾ ബദാം തന്നെയാണ്. ഒരു 2 ബദാം നമ്മൾ കട്ട് ചെയ്ത് പാൽപ്പേടയുടെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ എടുത്തിരിക്കുന്ന ചെറിയാണ്. ചെറി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ പേടയുടെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മളുണ്ടാക്കിയ പാൽപ്പേടയുടെ രുചി എത്രത്തോളം ഉണ്ടെന്നറിയാനായിട്ട് നമുക്ക് ആകാംക്ഷ കാണുമല്ലോ. അതിനായിട്ട് നമ്മളൊരു സ്പൂൺ എടുത്ത് നമ്മളുണ്ടാക്കിയ പാൽപ്പേടയുടെ സൈഡിൽ നിന്നും ഒരല്പം കോരിയെടുത്ത് ഒന്ന് രുചിച്ച് നോക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ കാണും വരെ തൽക്കാലത്തേക്ക് ബൈ ബൈ.